ഇപ്പൊ ലോകം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ പോലും ജിത്തു പറയും വിക്കാൻ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു പോയാലോ എന്ന് ജിത്തു എന്നോട് ചോദിക്കും. ഓക്കെ, സ്ട്രഗിൾ ആണ് ദ ഓൺലി കോൺസ്റ്റന്റ് തിങ്. നല്ലത് വരുമ്പോഴാണ് ഇപ്പൊ ആക്ച്വലി പ്രോസസ് ചെയ്യാൻ പാടാ. ആക്ച്വലി ഒരു കോംപ്ലിമെന്റ് കിട്ടിയാൽ നമുക്ക് പ്രോസസ് ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഓക്കെ, പുതിയത് ഇനി ഉണ്ടാക്കണ്ട, പുതിയ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ കുറച്ചിട്ട് പുതിയതായിട്ടുള്ള നാച്ചുറൽ ഫൈബർ വെച്ച് ഉണ്ടാക്കിക്കോളൂ, പ്രശ്നമില്ല. ബട്ട് നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച വേസ്റ്റ് എന്ത് ചെയ്യും? ഡ്രീം മലയാളത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് കേരളത്തിൻ്റെ നൂതനമായ ഫാഷൻ ബ്രാൻഡായ നെയ്ത്തിൻ്റെ ടീം അംഗങ്ങളാണ്. നെയ്ത്തിൻ്റെ കോ ഫൗണ്ടറായ വിഷ്ണു ഗിരിജ ഗോപാൽ, നെയ്ത്തിൻ്റെ മാർക്കറ്റിംഗ് ഹെഡായ ഗോകുൽ കൃഷ്ണ, പിന്നെ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ്റെ ചുമതലയുള്ള അനു ജോയ്സുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. നെയ്ത്ത് എന്ന് പറയുന്നത് വെറും ഒരു ഫാഷൻ ബ്രാൻഡ് അല്ല. നെയ്ത്തിൻ്റെ ഓരോ ഡിസൈനിനും ഓരോ കഥ നമ്മളോട് പറയാനുണ്ട്. വളരെയധികം പോസിറ്റീവ് എനർജി ഉള്ള ഒരു കൂട്ടം യുവാക്കളെയാണ് എനിക്ക് ഈ പോഡ്കാസ്റ്റ് വഴി പരിചയപ്പെടാൻ കഴിഞ്ഞത്. നമ്മുടെ നാടിനെയും ഈ ഭൂമിയെയും സ്നേഹിക്കുന്നവരാണെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നെയ്ത്തിൻ്റെ രസകരമായ ഉത്ഭവകഥ എല്ലാ സംരംഭകർക്കും ഒരു പ്രചോദനമായിരിക്കുമെന്നും എനിക്ക് വിശ്വാസമുണ്ട്. ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വിഷ്ണുവിൻ്റെയും ഗോകുലിൻ്റെയും അനുവിൻ്റെയും അടുത്തേക്ക് ചെല്ലാം. വെൽക്കം ടു ഡ്രീം മലയാളം. Thank you so much for inviting us. For having us. Thank you. ആദ്യമായിട്ട് നെയ്ത്ത് എന്ന ബ്രാൻഡ് എന്താണെന്നൊന്ന് പറയാം. നെയ്ത്ത് എന്നുള്ള വാക്ക് നമ്മൾ മലയാളികൾക്ക് സുപരിചിതമാണ്, പക്ഷെ നെയ്ത്ത് എന്ന ബ്രാൻഡ് എന്താണ്? നെയ്ത്ത് എന്ന് പറയുന്നത് ആക്ച്വലി നെയ്ത്തിന്റെ ഒരു ഐഡിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഞാനും ഇതിന്റെ കോ ഫൗണ്ടർ ജിത്തു എന്നാണ് പേര്. പുള്ളിക്കാരൻ ഇപ്പോ നിലവിൽ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് പുള്ളിക്കാരൻ ജോയിൻ ചെയ്യാത്തത്. പുള്ളിക്കാരൻ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെ. അപ്പോൾ ഞാനും ജിത്തു ഒരുമിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിരുന്നത്. മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ആക്ച്വലി എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടല്ലെങ്കിൽ ലൈക്ക് നമുക്കായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സൊസൈറ്റിയിലേക്ക് കുറച്ച് അങ്ങനത്തെ തോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ നമുക്കത് പുറത്തേക്ക് കൊണ്ടുവരാൻ ആലോചിച്ചപ്പോൾ അതിനൊരു മീഡിയമായിട്ട് ക്ലോത്ത് നമ്മൾ ചൂസ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് ബ്രാൻഡ് തുടങ്ങാൻ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. ഞങ്ങള് ബ്രാൻഡിന് ലൈക്ക് ഒരു പേര് എന്തെങ്കിലും റൂട്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു മീനിങ് ഫുൾ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈക്ക് ഒരു 3-4 മാസം ഇരുന്നാണ് ഈ പേര് കണ്ടുപിടിക്കുന്നത്. നെയ്ത്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇതൊരു ഈജിപ്തിലെ ഗോഡസിന്റെ പേരാണ്. അതിനെ അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ദി ഗോഡസ് ഓഫ് വീവിങ് എന്നാണ്. അപ്പൊ റീജിയണലി നമുക്ക് നെയ്യുക എന്നും പറയും. ഇങ്ങനെ 2 മീനിങ് ഉള്ളായത് കൊണ്ടാണ് നമ്മൾ നെയ്ത്ത് എന്ന പേരിടാനുള്ള കാരണം. അതുകൊണ്ടാണ് ആ ലോഗോയിലും ആ ഗോഡസിന്റെ ഫേസും ആ ഒരു ദശരഥ് ക്രൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോഗോ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത് അടിപൊളി. എനിക്കറിയില്ലായിരുന്നു നെയ്ത്ത് എന്ന വാക്കിന് ഈജിപ്തുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതായിട്ട്. മേ ബി അങ്ങനെ എത്തിയതായിരിക്കുമോ പണ്ട് നമ്മുടെ നാട്ടിൽ ആ വാക്ക്. ലൈക്ക് അങ്ങനെ ആക്ച്വലി അങ്ങനെ ഒരു കോൺഫിഡൻസ് നമ്മൾ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു ലൈക്ക് 2 മീനിങ് ഉണ്ടല്ലോ, നമ്മളൊരു റൂട്ടും അതിലുണ്ട്, ഇങ്ങനെ ഒരു കോൺഫിഡൻസ് പോലെ ഇങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ നെയ്ത് ചൂസ് ചെയ്തത്. നമ്മുടെ തുടക്കത്തിലെ നമ്മുടെ ബ്രാൻഡ് എന്ന് പറയുന്നത് ആക്ച്വലി മെറ്റീരിയൽ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് എങ്ങനെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാന്നുള്ളൊരു മിഷനായിട്ടാണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന് ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ ഇന്നോവേഷനെ പറ്റിയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ടെങ്കിലും സൗത്ത് ഇന്ത്യ, കേരള ഭാഗങ്ങളിലൊക്കെ കുറവാണ്. അപ്പൊ എങ്ങനെ അത് ഫാഷൻ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാമെന്ന് ആലോചിച്ചപ്പോഴാണ് നോർമലി ഇതിന്റെ പ്രൊഡക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൂടുതലും തിരുപ്പൂരാണ്. അപ്പൊ തിരുപ്പൂരാണ് ഈ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നെങ്കിൽ ആദ്യം അങ്ങോട്ടേക്ക് തന്നെ യാത്ര തിരിക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോവുകയുണ്ടായപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നോർമലി കോട്ടണും പോളിസ്റ്ററും ഒക്കെയാണ് നിലവിലുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രാൻഡ് ഫ്രം സ്ക്രാച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേഗം ഇതിലേക്കൊന്നും എത്താൻ പറ്റില്ല. കാരണം അപ്പോഴും നമ്മൾ തുടങ്ങുന്ന സമയത്ത് 2021 2022 ഡിസംബറിലാണ് ബ്രാൻഡ് തുടങ്ങിയെങ്കിലും 1 വർഷം മുന്നേ നമ്മള് പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സും കാര്യങ്ങളൊക്കെ. അപ്പോ ആ സമയത്ത് നമുക്ക് എത്രത്തോളം ഈ മെറ്റീരിയൽ ഇന്നോവേഷൻ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പരിപാടി നമുക്ക് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെയാണ് പ്യുവർ കോട്ടൺ ടീഷർട്ടിൽ അല്ലേ ഗോകുൽ IFFK പറ്റി ജസ്റ്റ് ഒന്ന് പറയും, എങ്ങനെയാണ് ഇതിന്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക്? ഞങ്ങള് other than being part of Neith, we are also part of a film collective. ഞാനും വിഷ്ണുവും ആക്ടേഴ്സാണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്, ഞങ്ങളൊരു ഫിലിം ചെയ്യാനായിട്ട്. അപ്പോ ഞങ്ങൾ പരിചയപ്പെടുമ്പോഴേ വിഷ്ണു പറയുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, ക്ലോത്ത് ബേസ്ഡ് ആണ്. അപ്പൊ എന്റെ കൂട്ടുകാരൻ ജിത്തു അതും ഭാഗമാണെന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, നമ്മൾ ഗുഡ് ഇനിഷ്യേറ്റീവ്, നടക്കട്ടെ. അപ്പൊ നമ്മളെ ഫിലിം പ്ലാൻസ് നടക്കുമ്പോൾ വി ഗെറ്റ് ടു നോ വിഷ്ണു ഇസ് ഗെറ്റിംഗ് അപ്ഡേറ്റഡ് വിത്ത് ഓൾ ദിസ്. അപ്പൊ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്തു.
അപ്പോ അന്ന് തൊട്ടേ വിഷ്ണു ഈ ഐഡിയ പറയുമ്പോഴേ ഐ കുഡ് സീ ഓക്കെ ദർ ഇസ് പാഷൻ. ആ ഒരു എങ്ങനെ എത്തും, എവിടെ എത്തും, അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് അറിയില്ല, നമുക്ക് ബിക്കോസ് വി ആർ ന്യൂ ടു ദിസ് റൈറ്റ്. അപ്പൊ എന്നാലും എങ്ങനെ ഇതിലോട്ട് എത്താനുള്ള ഒരു ഭയങ്കര ഒരു ഡ്രൈവ് ഐ കുഡ് സീ ബോത്ത് വിഷ്ണു ആൻഡ് ജിത്തു. അപ്പോ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയി. ഞങ്ങളുടെ ഫിലിമിന് കുറെ ഹേർഡിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് വന്നിട്ടാണ് ഫൈനലി നമുക്കൊരു ഐഡിയ വന്നു. ഓക്കെ, ബ്രാൻഡ് ഇങ്ങനെയാണ്. നമ്മളും വി വർ ഓൾസോ സ്ലൈറ്റ്ലി പാർട്ട് ഓഫ് ഇവരുടെ ഒരു ജേർണി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിലോട്ട് ഫ്രണ്ടിലോട്ട് എത്തുകയാണ്. IFFK ഞങ്ങൾക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കുമ്പോൾ വി ക്യാൻ ഗെറ്റ് സ്റ്റോൾസ് ആൻഡ് ലൈക്ക് വി ക്യാൻ പേ ഫോർ ദ സ്റ്റോൾസ് ആൻഡ് അവിടെ ഒരു സ്പേസിൽ വി ക്യാൻ സെൽ അവർ പ്രോഡക്ട്സ്. അപ്പോൾ അവിടെ കുറച്ചുകൂടെ ഒരു ഇന്റർനാഷണൽ ഓഡിയൻസ് വരുന്നുള്ളതുകൊണ്ട് വി റിയലൈസ് ഓക്കെ ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് സ്പേസ് ടു സ്റ്റാർട്ട് ഓഫ് ആൾക്കാരിലോട്ട് എത്തിക്കാനായിട്ട്. അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് ഒരു 200 ഞങ്ങൾക്കൊരു 5 ഡിസൈൻസ് വി കെയിം അപ്പ് വിത്ത് ഇറ്റ്. അങ്ങനെ 5 അല്ല 7 ഡിസൈൻസ്. എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്ത് ഒരു 200 പീസസ് തിരുപ്പൂർ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ വി വർ ഓൾ എക്സൈറ്റഡ്. ഞങ്ങൾ ആ സ്റ്റോളൊക്കെ ഡിസൈൻ ചെയ്ത് വിഷ്ണു ജിത്തു ദേ ദംസെൽവ്സ് വെന്റ് ടു തിരുപ്പൂർ ടു ഗെറ്റ് ദ തിങ്സ്. അപ്പോൾ ഇതൊരു IFFK 7-day ഫെസ്റ്റിവൽസ് ഫോർ പീപ്പിൾ ഹു ഡോണ്ട് നോ. അപ്പോ ഞങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ട് സ്റ്റോളൊക്കെ റെഡിയാക്കി തുടങ്ങാൻ വെച്ചിരുന്നപ്പോ ഇവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ഈ പ്രൊഡക്ഷൻ ഭയങ്കര ഡിലേ ആയി. അപ്പോൾ വി വർ വെയിറ്റിംഗ് ദർ. ദേ ഹാവ് പെയ്ഡ് ഫോർ ദ സ്റ്റോൾ ഓൾറെഡി. അപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ അതിലൊക്കെ ഡിലേ ആയി. വി വർ കൈൻഡ് ഓഫ് സ്കാഡ്. ഓക്കെ, നമ്മൾ സ്പേസ് എടുത്തു. പീപ്പിൾ സ്റ്റാർട്ട് ആസ്കിങ് ഓക്കെ നിങ്ങളൊന്നും ചെയ്യുന്നില്ല ഇവിടെ. അപ്പോൾ വി വർ കൈൻഡ് ഓഫ് ഓക്കെ ടെൻസ്ഡ്, എന്തെങ്കിലും ചെയ്യാം, ഓക്കെ റെഡിയാണ്. ബട്ട് ദീസ് 2 guys they carried 200 pieces of cloth. അത് 2 വലിയ സാക്സ് ആണ്. ഇവര് they got on a train got cancelled, then on a bus, everything. And third day ഇവർ ഇത്രയും വലിയ ലഗേജും കൊണ്ട് 2 people like the founders themselves came to the space and അവിടെ ഇറക്കി എല്ലാം റെഡിയായി. സോ വി ആർ എ ബഞ്ച് ഓഫ് പീപ്പിൾ. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. സ്റ്റോളൊക്കെ റെഡിയാണ്, പെട്ടെന്ന് കൊണ്ട് ഇറക്കുന്നു, എല്ലാം റെഡിയാക്കി. വി ഡിസൈൻ ദ സ്റ്റോൾ ഇൻ എ സർട്ടൻ വേ, നോട്ട് ലൈക്ക് ഒരു യൂഷ്വലി ഒരു സ്റ്റോൾ അവിടെയൊക്കെ ഉള്ളത് പോലെ അല്ല. ഒരു വി വാണ്ടഡ് എവറിത്തിങ് ടു ലുക്ക് ഡിഫറെന്റ്, ഇൻ എ ഡിഫറെന്റ് പ്രസന്റബിൾ വേ. സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. അത് ഒരു ഇന്റൻഷണൽ അല്ല, ബട്ട് സംതിങ് വി ഡു വി വോണ്ട് ടു സ്റ്റാൻഡ് ഔട്ട് എന്ന രീതിയിൽ വി അപ്രോച്ച്. പക്ഷെ അവിടെ എത്തി അപ്പോഴും ഞാൻ ഓക്കെ ഐ എം സ്റ്റിൽ എ ഫ്രണ്ട് ഓഫ് വിഷ്ണു ആൻഡ് വെൽ വിഷർ. ആ രീതിയിൽ നിൽക്കുമ്പോൾ അവിടെ എത്തി ദേ വർ ലൈക്ക് കൺഫ്യൂസ്. ഓക്കെ ഇനി ഇത് എങ്ങനെ തുടങ്ങും നമ്മൾ? ഓക്കെ വി നീഡ് ടു സെൽ ടു പീപ്പിൾ, വാട്ട് ഡു വി ഡു? അത് ആർക്കും ശീലമില്ല. ഞാൻ അപ്പൊ എന്റെ MBA സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോ ഐ എം തിങ്കിങ് ഓക്കെ ഇത് സെൽ ചെയ്യണം. ഓക്കെ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ബട്ട് ലെറ്റ്സ് സീ. I felt really like ഇവർ ഇത്രയും ഇങ്ങനെ എഫേർട്ട് എടുത്ത് വന്ന് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ നീഡ് ടു ഡു സംതിങ്. ഞാൻ അങ്ങനെ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരാളൊന്നും അല്ല. ഐ ലൈക്ക് ടു ബി ഇൻ മൈ കംഫർട്ട് സോൺ. പക്ഷെ ഇത് കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ നീഡ് ഡു സംതിങ്. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു ഓക്കെ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദ സ്റ്റോൾ, വിൽ ഡു ദ സെയിൽ സംഹൗ. ഐ ഹാഡ് നോ പ്ലാൻ. പക്ഷെ അവിടെ എത്തി. But honestly, our products were really good. People came to us and they were really interested to stay in the stall and look at it. When ഞാൻ മനസ്സിലാക്കി I need not take any effort to sell it. I just want to talk to them, talk about what our journey and what these products are like. എന്താണ് ഇതിന്റെ അർത്ഥം? Like we like each design had some story to tell. അപ്പോൾ അത് പറഞ്ഞപ്പോൾ they were really excited. They were interested. People bought, went out, brought their friends again. They wanted to talk to us. Appo it was very organic. We just had to be there, talk to people. We started entertaining them. We were playing music, we were dancing in front of them. And the next 3-4 days we were sold out. All 200 pieces were sold, and we got pre-orders, and we were like okay, this is the start, everything is going well. പക്ഷെ അവിടെ നിന്ന് we again ഞാൻ പറഞ്ഞല്ലോ we met for a film. That film was happening. അതിനിടയിൽ we had hurdles, everything. Like struggle ആണ് the only constant thing. അങ്ങനെ അതിലെ കൂടെ പോയി. But again നമ്മളും ഈ IFFK കഴിഞ്ഞപ്പോൾ we realized the potential of this brand, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ. അപ്പോ നമ്മൾ തന്നെ ചിന്തിച്ച് വാട്ട് ഡിഫറൻസ് ക്യാൻ വി മേക്ക്. കാരണം ആൾക്കാർക്കും നമ്മളെ അപ്രോച്ചിനോടായിരുന്നു താല്പര്യം ഞങ്ങൾ ഇതിൽ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോ പീപ്പിൾ റിയലി അപ്രിഷിയേറ്റ് ഓണസ്റ്റി ഐ ഫീൽ. അപ്പോൾ ആ രീതിയിൽ നിന്നപ്പോൾ വി റിയലൈസ് ഓക്കെ നമ്മളും കുറച്ചുകൂടെ വി നീഡ് ടു ടേക്ക് ദിസ് സീരിയസ്ലി. അപ്പോൾ ഞങ്ങളെ ഫിലിമിന്റെ എല്ലാ പ്രൊഡക്ഷനെല്ലാം കഴിഞ്ഞ ഉടനെ വി സാറ്റ് ഡൗൺ, വി റിയലൈസ് ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണം എന്ന രീതിയിൽ ചെയ്താണ് ഇപ്പോൾ. ഐ തിങ്ക് സം പീപ്പിൾ നോ ഞങ്ങളിപ്പോൾ ന്യൂ 2 പ്രോജക്ട്സ് വി ആർ ഇൻട്രൊഡ്യൂസിങ്. അതിനെക്കുറിച്ച് വിഷ്ണു ക്യാൻ സ്പീക്ക്. അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒന്ന് ബാക്കിലോട്ട് പോവാം ഒരു സെക്കൻഡ് നേരത്തേക്ക്. സോ വിഷ്ണുവിന്റെ നാടും വിഷ്ണു പഠിച്ചതും സ്കൂളും കോളേജും എന്തായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഒന്ന് പറയാമോ? എന്റെ വീട് കാഞ്ഞിരംപാറയാണ്.
കാഞ്ഞിരപ്പാറ ഇൻസ്റ്റൻസ് ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രമാണ് ഞങ്ങളുടെ ഫാമിലി മൊത്തത്തിൽ ട്രിവാൻഡ്രത്താണ്. അപ്പൊ കാഞ്ഞിരപ്പാറ എന്നൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോ എന്റെ ഫാമിലിയിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. അപ്പോ പാരന്റ്സ് വർക്കിംഗ് ആണ്. അപ്പോൾ ലൈക്ക് എനിക്ക് ആക്ച്വലി എന്റെ ഹൈസ്കൂൾ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആർട്ട് റിലേറ്റഡ് എന്തെങ്കിലും പോകണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. എനിക്ക് നിഫ്റ്റ് ഒക്കെ പോകണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ ജോബ് സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫാഷൻ ഇൻഡസ്ട്രി കിട്ടുമെന്നൊക്കെ വളരെ ഡൗട്ട് ഉണ്ടല്ലോ പാരന്റ്സിന് നോർമലി. അപ്പോൾ എനിക്ക് കീം എഴുതിയിട്ട് എനിക്ക് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടി. അപ്പൊ പിന്നെ ആ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫാഷൻ റിലേറ്റഡ് എന്തെങ്കിലും പോവാം അങ്ങനെയുള്ള രീതിയിലായി. അങ്ങനെയാണ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുന്നത്. അത് മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലായിരുന്നു. അവിടെ വെച്ചാണ് ജിത്തുവിനെ പരിചയപ്പെടുന്നത്. ഓക്കെ, ജിത്തു ഞാൻ അടുത്ത കൂട്ടുകാരായിരുന്നു. അപ്പൊ ഞങ്ങൾ ആക്ച്വലി കോളേജിലായിരുന്ന സമയത്താണെങ്കിലും ലൈക്ക് ഒരുമിച്ചായിരുന്നു എല്ലാത്തിനും. ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആണെങ്കിലും ആർട്ട് റിലേറ്റഡ് ഒക്കെ ആണെങ്കിലും ജിത്തു ഞാൻ ഒരുമിച്ചായിരുന്നു. അപ്പൊ കോളേജ് പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ ഒരു ഇന്റീരിയർ ഡിസൈനിങ് കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് നമുക്ക് ഈ ഒരു 9 to 5 ജോബ് പറ്റുന്ന പരിപാടിയല്ലെന്ന് മനസ്സിലാവുകയും അങ്ങനെയാണ് ജിത്തുവിന്റെ അടുത്ത് ഒട്ടും പറ്റുന്നില്ല, നമ്മുടെ വിചാരിച്ച പോലെ തന്നെ എന്തെങ്കിലും നമുക്ക് സംതിങ് സ്റ്റാർട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴേക്കും കൊറോണ വരുന്നെന്നുള്ളതാണ്. അപ്പോഴേക്കും പിന്നെയും ആക്ച്വലി വീട്ടിലും ഉള്ള ജോലിയും കളഞ്ഞു. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നു. അങ്ങനെയാണ് പിന്നെ അതിനുശേഷം ആക്ച്വലി കൊറോണയും കഴിഞ്ഞൊരു 1 year ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രാൻഡ് സ്റ്റാർട്ട് ആവുന്നത്. 2022 ഡിസംബറിനാണ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജിത്തുവിൻ്റെയും വിഷ്ണുവിൻ്റെ ഐഡിയാസ് ഏകദേശം ഒരുപോലെ ആയിരുന്നോ? ജിത്തുവുമായി കണക്ഷൻ വരാനുണ്ടായ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിലെ ഒരുപാട് ഫെയിലിയേഴ്സ് വന്നതുകൊണ്ടാണോ എന്നറിയില്ല, ലൈക്ക് എനിക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ഇഷ്ടമാണ്. ലൈക്ക് ഒരു ഫെയിലർ വന്നാലും അത് ചിലപ്പോൾ കൂടുള്ള ഫ്രണ്ട്സും ഉണ്ടാവാം. ലൈക്ക് കൊച്ചു ആണെങ്കിലും ഇപ്പൊ അനു ആണെങ്കിലും ലൈക്ക് എന്റെ ചുറ്റുമുള്ള എന്റെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സംതിങ് എന്തെങ്കിലും നമ്മളിപ്പോ ഒന്ന് ഫെയിലായി, നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാൽ സംതിങ് അടുത്ത എങ്ങനെ നമുക്ക് അതിൽ നിന്ന് മുകളിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്യാം. ജയിക്കുകയോ ഇല്ലയോ അല്ലെങ്കിൽ സക്സസ് ആവുകയോ ഇല്ലയോ എന്നുള്ളതല്ല മാറ്റർ. ലൈക്ക് വി ഷുഡ് ട്രൈ അവർ ബെസ്റ്റ് എന്നുള്ള സംഭവമാണ് ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നും കൂടുതൽ കിട്ടുന്നത്. അപ്പൊ പണ്ട് തൊട്ടേ ലൈക്ക് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ലൈക്ക് നമുക്ക് ചിലപ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഒന്നും വെക്കാൻ പറ്റില്ല. ഓക്കെ, ബട്ട് എന്നാൽ പോലും നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ബട്ട് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരാളുടെ തന്നിട്ട് ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുള്ളത് എന്റെ ഒരു ഫ്രണ്ടിൽ നിന്നാണ്. അയാളാണ് ഇതിന്റെ കോ ഫൗണ്ടർ, ജിത്തു എന്നാണ്. ജിത്തു. ഓക്കെ. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ ഒരു പേഴ്സണിനോട് സംസാരിച്ചിട്ട് എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ജിത്തുവാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്നാൽ പോലും എന്തോ ഒരു ജിത്തുവിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജിത്തുവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു എനർജി, അല്ലെങ്കിൽ കാരണം ജിത്തുവിന് ഇനി ലൈക്ക് ഇപ്പൊ ലോകം ഇടിഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ പോലും ജിത്തു പറയും നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ നടന്നു പോയാലോ എന്ന് ജിത്തു എന്നോട് ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു വൈബ് എന്നല്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ് ജിത്തു. അപ്പോ സംതിങ് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങുമ്പോൾ എനിക്ക് കൂടെയുള്ള എന്റെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്നവർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞാൻ ആ എനർജിയിലാണ് വിശ്വസിക്കുന്നത്. ലൈക്ക് ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സംതിങ് നമുക്ക് പുൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടാവേണ്ട ഒരാള് ജിത്തു ആണെന്ന് എനിക്ക് അറിയായിരുന്നു. അതാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്തിട്ട് വന്നപ്പോൾ ഞാൻ ജിത്തുവിനോട് തന്നെയാണ് പറഞ്ഞത് എനിക്ക് ഇതുപോലെ സംതിങ് ചെയ്യണം എന്നുണ്ട്. അപ്പൊ അവനും ഇതുപോലത്തെ തോട്ടായിരുന്നു കേട്ടോ. അവനും ഇതുപോലെ തന്നെയാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ ഇവിടെ ഇല്ല, എന്നോട് ചോദിക്കും. ജിത്തുവിന്റെ നാട് എവിടെയാ? ട്രിവാൻഡ്രം തന്നെയാണ്. ജിത്തു പേട്ടയിലാണ്. ഓക്കെ, ഇനി അനുവിന്റെ അടുത്തേക്ക് വരാം. അനുവിന്റെ റോൾ എങ്ങനെയാണ് ഇതില്? പ്രത്യേകിച്ച് സ്ത്രീകള് കേരളത്തിലല്ല ഇന്ത്യയിൽ പൊതുവെ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഓൺട്രപ്രണർഷിപ്പും അതിന്റെ രീതിയിൽ പോകുമ്പോൾ കൂടുതൽ പ്രഷർ ആയിരിക്കും. അപ്പൊ അനുവിന്റെ ബാക്ക്ഗ്രൗണ്ടും അനു എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളത് ഒന്ന് വിവരിക്കാമോ? സോ ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്ത് വരുന്നത് തന്നെ, ഞാൻ കൊച്ചി വിട്ടൊരു സ്ഥലം പോകുന്നത് ട്രിവാൻഡ്രത്തോട്ടാണ്. കൊച്ചി തന്നെ ഞാൻ മര്യാദയ്ക്ക് ആക്ച്വലി കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ലേറ്റ്ലി ഞങ്ങള് കോളേജിൽ ഞങ്ങൾക്ക് ആ സെഷൻ വന്നപ്പോൾ ഞാൻ ഇവരെയും കൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. പക്ഷെ എന്നേറ്റവും കൂടുതൽ ആക്ച്വലി ഇവർക്കായിരുന്നു കൊച്ചിയിൽ സ്ഥലങ്ങളൊക്കെ അറിയാറുണ്ട്. അവരാണ് എന്നെ സ്ഥലങ്ങളൊക്കെ കാണിച്ചാണ്. സോ അത്രയും ഇതാണ്. ബട്ട് ദെൻ ട്രിവാൻഡ്രത്ത് വന്നു. സോ ഗൂഗിൾ പറഞ്ഞ പോലെ ഐ സ്റ്റാർട്ടഡ് മൈ ആർക്കിടെക്ചറിന് പുറമെ എനിക്ക് വേറെ കുറച്ച് ഇങ്ങനെ സ്പാർക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കേപ്പബിലിറ്റീസ് ഉണ്ട്. സോ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിംഗ് ദാറ്റ് സൈഡ് ഓഫ് മീ ആസ് വെൽ.
അപ്പോ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇവന്റ്സ്, ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി, MC ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് വോളണ്ടിയറിംഗ്. ഫ്രം വോളണ്ടിയറിംഗ് ഐ വെന്റ് അപ് ടു ക്രൂ മാനേജ്മെന്റ്, വോളണ്ടിയർ മാനേജ്മെന്റ്, ഹാൻഡ്ലിംഗ് അവിടുത്തെ ഓരോ ടാസ്ക് ലൈക്ക് സ്റ്റേജ് ആൻഡ് ആർട്ടിസ്റ്റ് മാനേജ്മെന്റ്, അങ്ങനെ പല പല സെക്ടേഴ്സ് ഓഫ് എൻ ഇവന്റ് ഹാൻഡിൽ ചെയ്ത്. സോ ത്രൂ ഔട്ട് എവറിതിങ് ദാറ്റ് ഐ ഹാൻഡിൽഡ്, ഞാൻ ഓരോ സെക്ടറും ഞാൻ പഠിച്ച് വരെയായിരുന്നു. അതർ ദാൻ ആർക്കിടെക്ചർ, യു ആർ ഇൻ ടു ആർക്കിടെക്ചർ, ഞാൻ കോഴ്സും അലൈൻ ചെയ്യുന്നതിന്റെ ഒപ്പം എനിക്ക് ഈ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. സോ ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് ബീയിങ് ഇൻ ദ ഗ്രൂപ്പ് ഓഫ് ദറ്റ് കമ്മ്യൂണിറ്റി. ഡിസൈനേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി വാസ് എൻ ഓപ്പൺ, എന്താ പറയാ, എനിക്ക് കാണാത്ത ഡോഴ്സ് ഒക്കെ തുറന്നു തന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. ഐ മീൻ ഇമ്മെൻസ് ലോട്ട് ഓഫ് പീപ്പിൾ ദർ. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസൈനേഴ്സ്, ഓൺട്രപ്രനേഴ്സ്, ദർ ആർ മൾട്ടിപ്പിൾ പീപ്പിൾ ഫ്രം മൾട്ടിപ്പിൾ ഫീൽഡ്സ് ദാറ്റ് ഐ ഹവ് മെറ്റ് ദർ. ആൻഡ് എവറി വൺ ഇസ് സോ പോസിറ്റീവ് ദർ ദാറ്റ് നിങ്ങൾ എന്തെങ്കിലും, ഇഫ് യു ഹാവ് എനി ലീസ്റ്റ് ഓഫ് ദി ഐഡിയ, ദർ ഇസ് എവറി വൺ ടു സപ്പോർട്ട് യു, ദർ ഇസ് എവറി വൺ ടു ഗൈഡ് യു ത്രൂ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ വുഡ് റിയലി താങ്ക് ഡിസൈനേഴ്സ് കമ്മ്യൂണിറ്റി ത്രൂ ആണ് എനിക്ക് എന്റെ കേപ്പബിലിറ്റി ദാറ്റ് ഐ ഹവ് ഡെവലപ്ഡ് so far. And then പിന്നെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ ഡിസൈനേഴ്സ് കമ്മ്യൂണിറ്റിയിൽ എല്ലാവരുമായിട്ട് കുറച്ചൊന്ന് മിങ്കിളായി വരും. പിന്നെയാണ് ഞാൻ ഈ വിഷ്ണു ചേട്ടനെയും ദച്ചു ചേട്ടനെയും ഗോകുലിനെ ഞങ്ങൾ ഗൊച്ചു എന്നാണ് വിളിക്കുന്നത്, ഗൊച്ചുവിനെയൊക്കെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ആൻഡ് അപ്പൊ ഇവരും എന്നെ അങ്ങനെ കുറച്ച് ഇവന്റ്സ് ഹാൻഡിൽ ചെയ്ത് they have seen me do stuffs other than my course. So lately during the end of my ഇങ്ങനെ കോഴ്സ് ഒക്കെ തീരാനായപ്പോഴത്തേക്ക് ഇങ്ങനെ വിഷ്ണു ചേട്ടൻ ഇങ്ങനെ വിളിക്കാണ്, അനു എന്താണ് ഇനി പരിപാടി, കോഴ്സ് ഒക്കെ തീരാനായല്ലോ. ഞാനിങ്ങനെ ഫിക്സ് ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ എന്തായാലും കുറച്ച് നാളിങ്ങനെ ഇങ്ങനെ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നായിരുന്നു. അപ്പൊ വിഷ്ണു ചേട്ടൻ വാസ് ലൈക്ക് ലെറ്റ്സ് ഡു ദിസ്, ഇങ്ങനെ നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെയുണ്ട്. അപ്പോഴാണ് എനിക്ക് വിഷ്ണു ചേട്ടൻ്റെ പ്രോജക്റ്റ് പറയുന്നത്. സോ ബേസിക്കലി ഞങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെയിൻ പ്രോജക്റ്റ് ആയിരുന്നു അത്. ദാറ്റ് ഇസ് ലൈക്ക് എന്താ നമ്മുടെ ഫാബ്രിക്. ഹി ഷോഡ് മീ ദ ഫാബ്രിക്. ഒരു ഫാബ്രിക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ദിസ് ഇസ് ആക്ച്വലി മെയ്ഡ് ഫ്രം ബാംബു ആൻഡ് പ്ലാസ്റ്റിക്. അപ്പൊ ഐ വാസ് ലൈക്ക് വാട്ട്, plastic and the bamboo, you created such a nice fabric. Like the fabric was very nice. നമ്മുടെ എന്താ പറയാ, ഭയങ്കര ഒരു കൂളിംഗ്, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആയിരുന്നു. ആൻഡ് ഐ കുഡന്റ് ഈവൻ ബിലീവ് ലൈക്ക് പ്ലാസ്റ്റിക് ഹി ഡെവലപ്ഡ് എ പ്രോജക്ട്. ആൻഡ് അപ്പൊ ഞാൻ കണ്ട ആ ഒരു സ്പിരിറ്റ്, ലൈക്ക് വിഷ്ണു ചേട്ടൻ വാസ് സോ ഹി ഡിഡ് മാസ്റ്റേഴ്സ് ഫോർ ദാറ്റ്. ലൈക്ക് ഹി ഡിഡ് ഹിസ് മാസ്റ്റേഴ്സ് ഇൻ CET റിന്യൂവബിൾ എനർജി ആയിരുന്നു അല്ലെ, റിന്യൂവബിൾ എനർജി ബേസ്ഡ് അത് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരുന്നു ചെയ്തത്. സോ ഈ പ്രപ്പോസൽസ് ഇൻ ഹിസ് പ്രപ്പോസൽ ആസ് വെൽ. ഈ പ്രൊജക്ട് ഇതൊരു പ്രൊജക്ട് ആയിട്ട് ഏറ്റെടുത്തത് മാസ്റ്റേഴ്സ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള ഒരു പാഷന്റെ പുറത്ത് നമ്മുടെ CET കറക്റ്റ്. ലൈക്ക് ദ അതർ തിങ് ദാറ്റ് ഐ ഹവ് ലേൺഡ് as well is that നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്താൽ everything will align, will come to you if you truly wish for that. കാരണം വിഷ്ണു ചേട്ടൻ റീസെന്റ് ഞങ്ങളെ കോളേജിൽ പോയി we were telling our experience. വിഷ്ണു ചേട്ടന്റെ whole journey, ലൈക്ക് എല്ലാ ഹഡിൽസും ഉണ്ട്, പക്ഷെ അതിനൊത്ത് തന്നെ അതിന്റെ സൊല്യൂഷൻസ് were everything aligned. എല്ലാ ഡോഴ്സും അടഞ്ഞു കടന്നെങ്കിലും റൈറ്റ് വെൻ വി റീച്ച്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ ഐ ഫെൽറ്റ് ലൈക്ക് വിഷ്ണു ചേട്ടന്റെ പ്രോഗ്രസ്, ആ ജേർണിയിലുള്ള ഡോഴ്സ് എല്ലാം തുറന്നു വരികയായിരുന്നു എന്നുള്ളത്. നെയ്ത്തിന്റെ ഇതുവരെയുള്ള യാത്രയെക്കുറിച്ച് വിഷ്ണുവിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി സ്ട്രോങ്ലി വി ബിലീവ് ഇൻ ലോ ഓഫ് അട്രാക്ഷൻ. ലൈക്ക് നമ്മള് സംതിങ് എന്തെങ്കിലും നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നമുക്ക് തീവ്രമാണെന്ന് വെക്കുക. പക്ഷെ അത് നമ്മൾ ചിലപ്പോ ഇന്ന് നമ്മൾ ആഗ്രഹിച്ചു അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ അത് നാളെ സക്സസ് കിട്ടുക അല്ലെങ്കിൽ അതിന് നാളെ ഒരു സ്റ്റെപ്പ് കിട്ടണമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഞാൻ വായിച്ചിട്ടുള്ള ആർട്ടിക്കിൾ ആണെങ്കിലും വായിച്ചിട്ടുള്ള ലൈഫ് സ്റ്റോറീസ് ആണെങ്കിലും ഒന്നിലും അങ്ങനെ ഏർലി സക്സസ് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഒരിക്കലും. അപ്പൊ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളാണെങ്കിലും എല്ലാം ലൈക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതും അത് തന്നെയാണ്. അപ്പൊ ഓരോ വട്ടം നമ്മൾ ചെയ്യുമ്പോഴും ലൈക്ക് ഐ തിങ്ക് 5 years 5 വർഷം എടുത്തു നമ്മുടെ കമ്പനിയിൽ ഒരു ചെറിയൊരു പച്ചപ്പ് കാണാനായിട്ട്. അതിപ്പോഴാണ് കാണുന്നത് ആക്ച്വലി 5 years. ലൈക്ക് ഇപ്പൊ ആൾക്കാർ നോക്കുമ്പോ ആളുകളെല്ലാം മെസ്സേജ് ചെയ്യുന്നുണ്ട് ലൈക്ക് നിങ്ങൾ വരുന്നുണ്ടല്ലോ. പക്ഷെ ഈ 5 വർഷം എടുത്തു നമ്മൾ സക്സസ് ആയി എന്നല്ല, ജസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ നമ്മൾ 5 വർഷം എടുത്തു. അപ്പൊ ഇനി ഇത് ചിലപ്പോൾ സ്റ്റേബിൾ ആയി വരാൻ ഇനിയും 5 വർഷം എടുക്കും. അതിനുശേഷം 10 വർഷത്തിന് ശേഷം മാത്രമേ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടൊരു ലൈക്ക് ഒരു എൻറ്റിറ്റി ആയിട്ട് മാറുള്ളൂ. ആ ബിലീവ് എന്നും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒരു ബ്ലസ്ഡ്, ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു കാര്യം എന്തെന്ന് പറയുമ്പോൾ. പിന്നെ ഒരിക്കലും ഇത് 2 പേരുടെ അധ്വാനമല്ല, അതുകൂടെ അത് ഇതിനൊരു വലിയൊരു കാര്യമാണ്. ബ്രാൻഡ് ഇപ്പൊ ഞാനും ജിത്തു ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നേരത്തെ ഗോകുൽ പറഞ്ഞ പോലെ നമ്മൾ അവിടെ നിന്ന് ക്ലോത്ത് തിരുപ്പൂരെന്ന് നമ്മൾ അത് എടുത്തിട്ട് വരുന്ന നമ്മുടെ വണ്ടി ഇടയ്ക്ക് വെച്ച് പോകുന്നു, മിസ്സാവുന്നു. പക്ഷെ നമുക്കിവിടെ എത്തണം. നമ്മുടെ ലോഞ്ച് ഒരു ദിവസം വൈകി, പാരലലി നമുക്ക് വിളിക്കാൻ ഫോൺ വരെ ഓഫ് ആവുന്ന സാഹചര്യമാണ്.
അപ്പൊ പാരലലി ഇവിടെ ഇവര് ഈ സ്റ്റോള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റോൾ അവിടെ. അതെങ്ങനെ എത്രത്തോളം പുതിയൊരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുമ്പോൾ ബെറ്റർ ആക്കാൻ ഇവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് തൊട്ട് ഈ 5 വർഷവും ഇത്രയും പേര് കൂടെ നിന്നു എന്നുള്ളതാണ് ഇതിന്റെ ഈ ബ്രാൻഡിനെക്കാളും വലുത് അതാണ് ആക്ച്വലി. ലൈക്ക് ഇതിനി എന്നെങ്കിലും നമുക്ക് ഇതൊരു ഒരു ജേർണി ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുമ്പോൾ നമുക്ക് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്നത് ഈ ബ്രാൻഡ് എത്ര അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ എത്ര മൈൽ സ്റ്റോൺ പോയെന്നതിലുപരി ഒരു കൂട്ടം ആളുകള് ഒരേ മൈൻഡോട് കൂടി വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കാം എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആയിരിക്കും നമ്മുടെ ജേർണി ഫ്യൂച്ചറിൽ അറിയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. മീൻസ് നമുക്ക് ഫെയിലിയർ ബാക്ക് ടു ബാക്ക് ഫെയിലിയേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് ഇന്നിപ്പോ നമ്മൾ ചെയ്യുന്നു, നാളെ ഫെയിലർ. അപ്പം യൂസ്ഡ് ആയിപ്പോയി അതില്. നല്ലത് വരുമ്പോഴാണ് ഇപ്പൊ ആക്ച്വലി പ്രോസസ് ചെയ്യാൻ പാടാ. ആക്ച്വലി ഒരു കോംപ്ലിമെന്റ് കിട്ടിയാൽ നമുക്ക് പ്രോസസ് ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. ഓക്കെ, എന്തിനാ കോംപ്ലിമെന്റ് അല്ലേ? എന്തെങ്കിലും നല്ലത് നടക്കുമ്പോ ഇപ്പൊ നമുക്ക് അത്യാവശ്യം റെക്കഗ്നിഷൻ നെയ്ത്ത് വഴി ഇപ്പൊ എല്ലാം വരുന്നുണ്ട്. ഞങ്ങളുടെ പ്രോജക്ട്സിനാണെങ്കിൽ പീപ്പിൾ ആർ റിയലി ഇൻട്രസ്റ്റഡ് ടു, ഇപ്പൊ ജിമ്മി ഞങ്ങളടുത്ത് വന്ന പോലെ പീപ്പിൾ ആർ റിയലി കീൻ ടു നോ ദ സ്റ്റോറി. അപ്പോ അല്ലാതെ ന്യൂസ് ആർട്ടിക്കിൾസ് ആൻഡ് പീപ്പിൾ ഞങ്ങളുടെ ഇപ്പോ വി ജസ്റ്റ് ഡിഡ് എ ഡോക്യുമെന്ററി ഞങ്ങളുടെ വേറൊരു പ്രോജക്റ്റിന്റെ. അപ്പൊ അതിനാണെങ്കിലും നല്ല വ്യൂവർഷിപ്പ് ആൻഡ് പീപ്പിൾ ആർ റിയലി അപ്രിഷിയേറ്റ്. അപ്പൊ ഞാൻ വിഷ്ണു പറയും ഇത് എന്തോ പണി വരാൻ പോണാണ്. We are really scared because it's always like we have seen so much of failure. നമുക്ക് നല്ലത് വരുമ്പോ നമ്മൾ ഓക്കെ. നിങ്ങൾ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടോ? അതേ വായിക്കാറുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ അധികം പുസ്തകം വായിക്കുന്ന ആളല്ല, പക്ഷെ ആ പുസ്തകം വായിച്ചപ്പോഴേക്കുള്ള എന്താ പറയാ ഈ ആ സ്പാർക്ക് ഇൻസ്പിറേഷൻ എനിക്കൊന്ന് മേ ബി അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയത് തോന്നുന്നു. അടിപൊളി പുസ്തകം. എല്ലാരും ഈ കേൾക്കുന്ന ആരൊക്കെ സ്വപ്നങ്ങളുള്ള ശ്രോതാക്കളാണെങ്കിൽ ആ പുസ്തകം ഡെഫിനറ്റ്ലി വായിക്കണം. അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ലൈക്ക് അത് നിങ്ങൾ സക്സസ് ആവും. ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു സ്റ്റെപ്പാണ് എടുത്ത് വെച്ചത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് സക്സസ്. നമ്മൾ സക്സസ് ആയി എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ സ്റ്റെപ്പ് നമുക്ക് കാണാൻ വരെ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തിരിക്കും. മനസ്സിലായോ? ഇത് ഞാൻ ഒരിടത്തും വായിച്ചിട്ടുണ്ട് അങ്ങനല്ല, പക്ഷെ ഞാൻ ഇത് ഒരിടത്തും പറഞ്ഞു എന്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുന്നതാണ്. എന്റെ മാത്രമല്ല, ഈ ഇരിക്കുന്ന രണ്ടുപേരും, ഇത് രണ്ടുപേരാണ്. ഇതുപോലൊരു 20 പേര് വേറെ എല്ലാവരുടെ പേര്. അതെ, നമ്മുടെ വള്ളംകളി എനിക്ക് ഓർമ്മ വന്നേ. എല്ലാരും ഒരേ താളത്തിൽ തുഴയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആവും. ഒരാൾ ഔട്ട് ഓഫ് ബാലൻസ് ആണെങ്കിൽ പോയി. സോ അതാണ് അടിപൊളി. അപ്പൊ നമുക്ക് ബാക്ക് ടു ആ 2 പുതിയ പ്രോജക്ട്സ് ഉള്ളതിനെ പറ്റി അതിലോട്ട് വരാം. അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാവോ? മെറ്റീരിയൽ ഇന്നോവേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നമ്മൾ ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെ നോർമൽ ടീഷർട്സിലാണ് തുടങ്ങിയത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോ കേരള യൂണിവേഴ്സിറ്റി ഒരു പുതിയ ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, റിന്യൂവബിൾ എനർജി, എംടെക്കില്, CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗില്. അപ്പൊ കോഫൗണ്ടർ ജിത്ത് പറയുന്നുണ്ട് ലൈക്ക് നമ്മൾ പണ്ട് വിചാരിച്ച പോലെ ഒരു സംഭവം ചിലപ്പോ ഇപ്പൊ ഇതിൽ നിന്ന് തുടങ്ങാൻ പറ്റിയാലോ, ഓക്കെ നീ പഠിക്കുന്നാന്ന് ചോദിച്ചു. അപ്പൊ ലൈക്ക് ഞാനൊരു ഡൗട്ട്ഫുൾ ആണ്, കാരണം ബ്രാൻഡ് തുടങ്ങി ഒരു 1 ഇയർ ആവുന്നേ ഉള്ളൂ. ബ്രാൻഡ് സ്റ്റേബിള് പോയിട്ട് ഒന്നും ആയിട്ടില്ല, നമ്മള് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോ എല്ലാരും ലൈക്ക് ഇനി ഞാൻ പഠിക്കാൻ കയറി എങ്ങനെയാണ്, പക്ഷെ ജിത്ത് പറഞ്ഞ് ധൈര്യമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഞാൻ ഒരു ബ്രാഞ്ച് മാത്രം അപ്ലൈ ചെയ്തു. എനിക്ക് അവിടെ കിട്ടി, CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ റിന്യൂവബിൾ എനർജി കിട്ടി. ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇഷ്ടമല്ലാതെ പഠിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ വീണ്ടും ഞാൻ എംടെക് എടുത്തപ്പോ കൂടുതലുള്ള ഫ്രണ്ട്സ് ഉൾപ്പെടെ ചോദിച്ചു, നിനക്ക് വട്ടാണോ ഇതെടുക്കാൻ, പിന്നെയും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കമ്പനി തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ കൂടെ അത് ഒന്ന് പച്ച പിടിക്കുന്നതിന് മുന്നേ ഇപ്പൊ അടുത്ത പഠിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ലൈക്ക് ഈ പ്രോജക്റ്റിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, കാരണം നമുക്ക് അറിയില്ല ഇത് എത്രത്തോളം ഇത് പേപ്പറിലുള്ളതാണ്, ജേർണലിലുള്ളതാണ്, അതെങ്ങനെ ഒരു പ്രോട്ടോടൈപ്പായിട്ട് മാറ്റാൻ പറ്റുമെന്നുള്ള നമുക്കൊരു കൺക്ലൂഷൻ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ബട്ട് ഐ ട്രൈഡ്. ലൈക്ക് ഫസ്റ്റ് സെം തൊട്ട് എന്റെ മൈക്രോ പ്രോജക്ട് തൊട്ടേ ഞാൻ എടുത്ത് എന്ന് പറയുമ്പോൾ അപ്സൈക്ലിംഗ് പെറ്റ് ബോട്ടിൽസ് ഇൻടു സസ്റ്റൈനബിൾ ക്ലോത്തിങ് എന്നുള്ളതാണ്. നോർമലി ഈ NID നിഫ്റ്റ് പോലുള്ള അല്ലെങ്കിൽ ഡിസൈൻ കോളേജസിലാണ് ഇതുപോലുള്ള പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, എടുക്കാൻ സമ്മതിക്കുക. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു വിദ്യാർത്ഥിക്ക് ക്ലോത്ത് ഒക്കെ എടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരിടത്ത് സമ്മതിക്കുമെന്ന് പോലും അറിയില്ല. ബട്ട് മൈ ഫാക്കൽറ്റി സപ്പോർട്ടഡ് ദാറ്റ് മച്ച് എന്ന് പറയുമ്പോൾ പ്രൊഫസർ ശശി സാറ്, മാത്യു സാറ്, ബൈജു സാറ്, ഒരുപാട് പേരുണ്ട്. ഹോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരുപാട് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരുപാട് സാറുമാരുടെ ഒരു ഹെൽപ്പും കൂടെ കൊണ്ടിട്ടാണ് നമുക്കിത് പുൾ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ആദ്യം തൊട്ടേ സാറുമാർ ഹെൽപ്പ് ആയിരുന്നു. പിന്നെ പുതിയൊരു ബ്രാഞ്ചാണ് കേരളത്തിൽ സസ്റ്റൈനബിലിറ്റിയെ പറ്റി പറയുന്ന ഒരു പുതിയൊരു ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഇത് സസ്റ്റൈനബിൾ റെലവന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അങ്ങനെ അവർ സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അവസാനം എന്റെ തീസിസ് ലൈക്ക് എന്റെ ഫൈനൽ പ്രോജക്റ്റിനെ ബാംബുവും ബോട്ടിലും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഫാബ്രിക് നിർമ്മിച്ച്
അതിൽ നിന്നൊരു ടീഷർട്ട് ഉണ്ടാക്കി. അത് നമ്മുടെ സ്വന്തം യൂണിറ്റിൽ തന്നെയാണ് ചെയ്തത്. തിരുപ്പൂരിലാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്, സ്റ്റിച്ചിങ് യൂണിറ്റ് വരുന്നത്. അതിൽ നിന്ന് ഉണ്ടാക്കി ആ ടീഷർട്ട് തന്നെ ഞാൻ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ അത് കോളേജിൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയി. അതിനുശേഷം ഇപ്പോൾ ഒരു 1 മന്തേ ആയിട്ടുള്ളത്. ലാസ്റ്റ് മന്ത് ആയിരുന്നു കേരള ഇന്നോവേഷൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അവിടെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തത്. അതിനുശേഷമാണ് അത് ആർട്ടിക്കിളൊക്കെ വരുന്നതും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള ഐഡിയ ഒറ്റ ദിവസം കൊണ്ട് തുടങ്ങിയതായിരിക്കില്ല അല്ലെ? അപ്പൊ ഇത് അല്ലല്ല. എന്ന് തൊട്ടാണ് ഇങ്ങനത്തെ ഈ ചിന്തകൾ, അതും ഈ നെയ്ത്തിലേക്ക് എത്താൻ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് ആവുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല സ്കില്ലും പല എബിലിറ്റി ഉള്ളപ്പം ഒരു ഏരിയയിൽ ഫോക്കസ് ആയി വന്നത് എങ്ങനെയാണ്? ആക്ച്വലി ഞങ്ങള് എനിക്ക് എന്ന് പറയുമ്പോൾ ഈ നമ്മള് ഇപ്പൊ ഒരു ബ്രാൻഡ് തുടങ്ങി എന്തെങ്കിലും ചുമ്മാതെ നമ്മൾ പ്രിന്റ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു മൈൻഡ് ആദ്യമേ ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു പർപ്പസ് വേണം. നമ്മളൊരു സംഭവം തുടങ്ങുന്നു, ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. ആദ്യം തുടക്കത്തിൽ നമ്മൾ USP യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്നൊക്കെ പറയും, മാർക്കറ്റിൽ ഇല്ലാത്തൊരു സാധനം കൊണ്ടുവരിക. പക്ഷെ അതിനേക്കാളും ഉപരി നമ്മൾ ഒരു സംഭവം പ്രോഡക്റ്റ് സൊസൈറ്റിയിലേക്ക് വെക്കുമ്പോൾ അത് ഇന്ന് മാത്രമല്ല നാളത്തേക്കും, ഇപ്പൊ നമ്മുടെയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാലും ബ്രാൻഡ് നിലനിൽക്കണമെന്ന് പറയില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തത് നിലനിൽക്കണമെന്ന് പറയില്ല. അപ്പൊ അങ്ങനെ കഴിയുമ്പോൾ ഒരു സാധനം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് മനുഷ്യൻ തുണി കണ്ടുപിടിക്കുന്നത് തന്നെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇൻസെക്ട്സിന്റെ ബൈറ്റ്സും അതുപോലെ ബാക്കിയുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് മനുഷ്യൻ തുണി കണ്ടുപിടിക്കുന്നത്. തോലുണ്ടാക്കി അതിൽ നിന്ന് തുണിയായി. അത് കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്റെ സീസണൽ ബേസ് ആയി തുണി. അത് ചൂടുള്ള സമയത്ത് ബ്രീത്തബിൾ ആയിട്ടുള്ള ചെറിയ ലൈറ്റ് വെയിറ്റ് തുണികളും തണുപ്പുള്ള സമയത്ത് വൂള് പോലുള്ള ക്ലോത്തുകളും എടുത്തു തുടങ്ങി. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അത് സ്റ്റൈലൈസ്ഡ് ആയി തുടങ്ങി, ഡിസൈൻ ഓറിയന്റഡ് ആയി തുടങ്ങി ക്ലോത്ത്സിന്റെ. അപ്പൊ ഇത് ആക്ച്വലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പിന്നെ കാലം പോയി വന്നപ്പോൾ തുണിക്കൊരു പർപ്പസ് ഇല്ലാതായി. ഡിസൈൻസ് മാത്രം അതിന് പ്രയോറിറ്റി കൊടുത്തിട്ട് തുണി എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു വസ്ത്രം എന്നൊരു ഇതിനൊരു പർപ്പസ് ഇല്ലാതെ തുടങ്ങി. അപ്പൊ എങ്ങനെ ഇന്നത്തെ കാലത്ത് ആ ക്ലോത്തിനൊരു ഒരു സൊല്യൂഷൻ പോലെ അല്ലെങ്കിൽ തുണിക്കൊരു പർപ്പസ് കണ്ടെത്താമെന്നുള്ള ഒരു ഐഡിയയാണ് ആദ്യമേ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതലുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്, ഒന്നാമത്. രണ്ടാമത് ടെക്സ്റ്റൈൽ വേസ്റ്റ് ആണ്. മനുഷ്യൻ ഇത്രയും നാളും എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ഒരു സാധനം കൊണ്ട് തന്നെ ഇനിയുള്ള ഒരു 10 ജനറേഷന് പ്രശ്നമാവുന്ന രീതിയിൽ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നിലവിലെ ലോകത്ത് വേൾഡിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ്, അതായത് പെറ്റ് ബോട്ടിൽ വേസ്റ്റ് മാത്രം ഉപയോഗിച്ച് ഇനിയുള്ള ഒരു 3 ജനറേഷനിൽ തുണി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പുതിയതായിട്ടുള്ള വെർജിൻ പോളിസ്റ്റർ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള തുണി ഉണ്ടാക്കി രണ്ടാമത്തെ ടെക്സ്റ്റൈൽ വേസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആദ്യത്തെ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് യൂസ്ഫുൾ ആയിട്ടൊരു തുണി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് കോൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ കോൺസെപ്റ്റിലാണ് നമ്മുടെ ഈ ഒരു ഇത് വന്നത്. പിന്നെ നോർമൽ വെർജിൻ പോളിസ്റ്റർ നമ്മുടെ ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കുന്ന സിന്തറ്റിക് ഫൈബേഴ്സ്, നമ്മുടെ നോർമൽ സ്പോർട്സ് വെയറിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോത്ത് ഉണ്ടാക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക്സിൽ നിന്നും ഭയങ്കര കുറവാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പോളിയെത്തിലൻ ടെറാപ്തിലിൻ പെറ്റ് ബോട്ടിൽസിൽ നിന്ന് ഉണ്ടാക്കുന്ന തുണിയിൽ നാച്ചുറൽ ഫൈബർ കൂടെ ബ്ലെൻഡ് ചെയ്യുന്നത് കൊണ്ട് കമ്പയർ ടു വെർജിൻ പോളിസ്റ്റർ അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബേഴ്സിൽ മൈക്രോ പ്ലാസ്റ്റിക്സ് കുറവാണ്. അപ്പൊ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആ റീസൈക്ലിംഗ് തന്നെയാണ്. കാരണം നമ്മളിപ്പോ പൊതുവെ ഒരു ധാരണയുണ്ട്, റോ മെറ്റീരിയൽസ് സസ്റ്റൈനബിൾ ആക്കി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സസ്റ്റൈനബിൾ റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാത്രമാണ് സസ്റ്റൈനബിൾ പ്രോഡക്റ്റ് എന്നുള്ളത്. നമ്മൾ ഈ പ്രോസസ്സും സസ്റ്റൈനബിൾ ആക്കാൻ ശ്രമിക്കുന്നു. അതായത് പുതിയത് ഇനി ഉണ്ടാക്കട്ടെ, പുതിയ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ കുറച്ചിട്ട് പുതിയതായിട്ടുള്ള നാച്ചുറൽ ഫൈബർ വെച്ച് ഉണ്ടാക്കിക്കോളൂ, പ്രശ്നമില്ല. ബട്ട് നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച വേസ്റ്റ് എന്ത് ചെയ്യും? അതൊരിക്കലും ബയോഡിഗ്രേഡബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം ഉണ്ടാക്കാം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ച്വലി ഈ തുണിക്ക് ഒരു പർപ്പസ് ഉണ്ട്. നമ്മളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം നമ്മളായിട്ട് തന്നെ പരിഹരിക്കണം. അതിന് നമ്മളായിട്ട് തന്നെ അന്ന് തുണി നമ്മൾ എന്തിനാണ് ഒരു സൊല്യൂഷൻ ആയിട്ട് എടുത്തത്, ഇന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ചിനും പ്രശ്നങ്ങൾക്കുമായിട്ട് നമുക്ക് തുണി തന്നെ ഒരു സൊല്യൂഷൻ ആയിട്ട് എടുക്കാം. ആ ഒരു പർപ്പസ് എന്നുള്ളൊരു ഐഡിയോളജിയിൽ നിന്നാണ് നെയ്ത്ത് എന്ന ബ്രാൻഡ് ആക്ച്വലി നമ്മളെ കൊണ്ടുവരുന്നത്. നെയ്ത്തിന്റെ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ ICP അഥവാ ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയാണ്? ആക്ച്വലി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് ഓഡിയൻസേ ഇല്ലെന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ നമ്മളെ യൂത്തിനെ ഫോക്കസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഓൾഡ് കുറച്ചുകൂടെ ഏജ് ആയിട്ടുള്ളവരെ ഫോക്കസ് ചെയ്യുന്നില്ല. ബ്രാൻഡിന് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു പർപ്പസ് ഉണ്ട്. ഈ പർപ്പസ് ലോകത്തിപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കണം എന്നുള്ളതാണ്. അത് അങ്ങനെ എല്ലാവരും അങ്ങനെ അതിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂ. ഡിസൈൻ, ഫാഷൻ, ഓക്കെ ഫൈൻ, എല്ലാം വേണം. അതിന്റെ ഇപ്പുറത്ത് ഫാബ്രിക് മെറ്റീരിയൽസിനൊരു വലിയ പങ്കുണ്ട്. കാരണം അതില് വൺ ഓഫ് ദ ഇതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഇപ്പൊ പെറ്റ് ബോട്ടിൽ നിന്നുള്ള തുണി ഉപയോഗിച്ച് തുടങ്ങുന്നെന്ന് വെക്കുക.
ഒരുപാട് പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ തന്നെ കുറച്ച് മാറ്റം ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അത് ഇന്ന ഓഡിയൻസിനെന്നല്ല. പിന്നെ ബ്രാൻഡ് വെക്കുന്ന ഒരു അണ്ടർലൈൻ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം അല്ലേ കൊച്ചു, ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും അല്ലേ? അതൊന്ന് കൊച്ചു ഒന്ന്. അതാണ് ഞങ്ങള് നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ബ്രാൻഡ് വളരാനും ഇത് ഈ ഒരു സ്റ്റേജിലോട്ട് ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങള് വി ആർ സെല്ലിംഗ് അപ്പാരൽ, പക്ഷെ അത് ആൾക്കാരിലോട്ട് എത്തിക്കാൻ ഇപ്പോൾ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെ എങ്ങനെ ഒരു ബ്രാൻഡിന്റെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യണം, ആൾക്കാരിലോട്ട് എങ്ങനെ അതിനെ പ്രൊജക്ട് ചെയ്യണം, അതിനെല്ലാം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, ഞങ്ങളിപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു ഫിലിം കളക്റ്റീവ് ഉണ്ട്, ഡൈങ് ആർട്ട് എന്ന പേരിൽ. സോ അതിലെല്ലാം ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, എഡിറ്റേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്. അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നാണ് ഈ ബ്രാൻഡിനെ എങ്ങനെ പൊസിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ഏറ്റവും നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ എങ്ങനെ എത്തിക്കണം എന്ന് നമുക്ക് അവര് വഴിയാണ് നമ്മൾ അത് തിരിച്ചറിയുന്നത്. ഇങ്ങനെ ചെയ്യാം, ഐഡിയാസ് കൊണ്ടുവരും. അതും എല്ലാവരും ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു, ജിത്തു കോ ഫൗണ്ടേഴ്സ് ആണ്. പക്ഷെ ഇപ്പോ എനിക്ക് എന്താണ് എന്റെ പൊസിഷൻ എന്ന് നെയ്ത്ത് ചോദിച്ചാൽ ഐ കാൺ സേ എ പെർട്ടിക്കുലർ. ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു സെയിൽസിന്റെ ആൾ, അങ്ങനെ ഇപ്പൊ അനു ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവർ തന്നിട്ടുള്ള ഒരു ഈക്വൽ റെസ്പെക്ട് ആൻഡ് അവർ തരുന്ന ഒരു ഇതുണ്ട്, വാല്യൂ, വേർ വി ക്യാൻ ടെൽ എനി ഒപ്പീനിയൻ. അവർക്ക് എന്ത് ഐഡിയാസ് ആണോ, ഞങ്ങൾക്ക് ഇപ്പോൾ ഇവര് തുടങ്ങാൻ പോകുന്ന എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്, അല്ലെങ്കിൽ ആൻഡ് ഈവൻ ദ ബിഗസ്റ്റ് ഓർ ദ ടൈനിയസ്റ്റ് ഡീറ്റെയിൽ, നമുക്കൊരു ഒപ്പീനിയൻ ഇവർ എപ്പോഴും തരാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്, വിച്ച് മേക്സ് ഇറ്റ് മോർ ഈസി ഫോർ us. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുൾ ഓണസ്റ്റ് ആയിട്ട് ഇതിനു വേണ്ടി ഞങ്ങളുടെ എനർജി കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇവർ തരുന്നതുകൊണ്ട് എവ്രി വൺ ഹൂ ഇസ് ഇൻവോൾവ് ഇൻ ദ കമ്പനി, ഞാൻ പറയില്ല, ദ കമ്മ്യൂണിറ്റി ഇസ് ഓൾവേസ് ലൈക്ക് ഇനിഷ്യേറ്റഡ് ടു ഡു ഡിഫറെന്റ് തിങ്സ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇതിനെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്തുമ്പോൾ ഓൾ പീപ്പിൾ ഓഫ് ഓൾ കാറ്റഗറീസ്, ഇപ്പോൾ ഫിലിമിലാവട്ടെ, അല്ലാതെ ആർട്ടിസ്റ്റ് ഹു ആർ ഡിസൈനേഴ്സ്, നമുക്ക് ഇപ്പോൾ സ്വന്തം എന്ന് പറയുന്ന ഞങ്ങളുടെ ഡിസൈൻ ഉണ്ട്. അത് ചെയ്തിരിക്കുന്നത് മീബൽ എന്ന് പറഞ്ഞൊരു ഡിസൈനർ. ഷീസ് ആൻ ആർക്കിടെക്ട് ഫ്രം കാറ്റ്. അപ്പോ പുള്ളിക്കാരി അവരുടെ ലൈഫിലെ നൊസ്റ്റാൾജിയൊക്കെ ആലോചിച്ച് പുള്ളിക്കാരി ബോംബെയിൽ സെറ്റിൽഡ് ആണ്. ഷീസ് എ മലയാളി, ബട്ട് പുള്ളിക്കാരി കേരളത്തിലുള്ള സമയത്ത് പുള്ളിക്കാരിയുടെ അമ്മുമ്മ പറഞ്ഞ കഥകളും നാട്ടിന്റെ ഓർമ്മകളൊക്കെ വെച്ചിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി പേഴ്സണൽ ഫോർ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇനി ടു ദ ഫ്യൂച്ചർ ഞങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, വേർ പീപ്പിൾ, ആർട്ടിസ്റ്റ്, അവർക്ക് അവരുടെ ഡിസൈൻസ് കൊടുക്കാൻ, ഫോട്ടോഗ്രാഫേഴ്സ്, വേർ ഇഫ് ദേ ആർ കേറ്ററിംഗ് ടു മോഡൽ ഫോട്ടോഗ്രാഫി ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്, അവരുടെ വർക്ക് ഇതിൽ കൊടുക്കുക. അല്ലാതെ ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള അവരും അവരുടെ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വിൽ കീപ് സീയിങ് അവരുടെ ആരൊക്കെയാണ് ഇതിൽ അവരുടെ വർക്ക്സ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ പീപ്പിൾ ഹൂ സീം സിമിലർ, വിൽ ക്ലബ് ദം ടുഗദർ. ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് അവരുടെ തന്നെ ഓൺ ആയിട്ട് കൊടുത്ത് ഈ ബ്രാൻഡിന് വേണ്ടി ചെയ്യിക്കുക, ആൻഡ് ഇറ്റ് വിൽ ബി നോൺ ആസ് ദെയർ വർക്ക്. നെയ്ത്ത് അതിനെ ജസ്റ്റ് എനേബിൾ ചെയ്യുക എന്ന് മാത്രമാണ്. നമ്മൾ ഇങ്ങനത്തെ ആർട്ടിസ്റ്റിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം കൂടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ആഫ്റ്റർ വൈൽ, ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ നമ്മള് മൺമറഞ്ഞു പോയാലും പീപ്പിൾ വിൽ കീപ് മേക്കിംഗ് ദിസ് ബ്രാൻഡ് ഗോ ഓൺ ഫോർ ദ ടൈംസ് ടു കം. അതിലോട്ട് വളർത്തി കൊണ്ടുവരിക എന്നുള്ളൊരു, അതാണ് ദ ഡ്രീം. ഇനി നെയ്ത്തിന്റെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? നെയ്ത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് ആക്ച്വലി ഏത് സെഗ്മെന്റിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ റിച്ച് ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ റൂട്ട്സ്, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അത്രയ്ക്ക് ക്ലോത്തിങ് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്. അത്രയും വീവിങ് മെത്തേഡുകളും അത്രയും റിച്ച് ഹെറിറ്റേജ് റൂട്ട്സ് വിത്ത് ഡിസൈൻ പാറ്റേൺസ്. അപ്പൊ അതെങ്ങനെ ഇന്ത്യ എന്നൊരു ബ്രാൻഡ്, ഇന്ത്യയിൽ നിന്നൊരു ബ്രാൻഡിനെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇന്റർനാഷണൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്രാൻഡിന്റെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ മെയിൻ വിഷൻ. അപ്പോൾ അതിൽ എങ്ങനെ ഇന്നോവേഷൻസും കൂടെ നമുക്ക് അലൈൻ ചെയ്തെടുക്കാം. ലൈക്ക് ഇതുപോലുള്ള മെറ്റീരിയൽ ഇന്നോവേഷൻസ്, പല പല കോമ്പോസിഷൻസ്, മീൻസ് പല പല ബ്ലെൻഡുകളുണ്ട്. നമ്മുടെ നോർമലി ഉപയോഗിക്കുന്ന കോട്ടൺ, പോളിസ്റ്റർ മാത്രമല്ല, ഇപ്പൊ നമ്മൾ പെറ്റ് ബോട്ടിലാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ കേരളത്തിന്റെ തന്നെ ഏറ്റവും എങ്ങനെ പറയാം, കൈത്തറി എന്ന് പറയുന്നത് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു, ഒരു വീവിങ് മെത്തേഡ് ആയിരുന്നു. ബട്ട് ഇന്ന് വരുമ്പോൾ ലൈക്ക് പവർ ലൂമിന്റെ അതിപ്രസരം എല്ലാം കൊണ്ട് ഹാൻഡ്ലൂം അത്രയും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ ഹാൻഡ്ലൂമിനെ എങ്ങനെ മോഡേൺ സിലോവറ്റിലോട്ട് മാറ്റി ഇന്റർനാഷണൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള മോഡേൺ സിലോവറ്റ് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ അതിൽ ഡൈല്യൂട്ട് ആവാത്ത കോർ കൈത്തറി തന്നെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഇന്റർനാഷണലി നമ്മുടെ ഇത് പുള്ള് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബ്രാൻഡ്. ഇപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഹാൻഡ്ലൂം എഡിഷൻ, നമ്മളിപ്പോൾ ആക്ച്വലി ഒരു ഫാഷൻ ഷോയിലും പ്യുവർ ഹാൻഡ്ലൂം കൊണ്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷൻ വരുന്നതേ ഉള്ളൂ. ഫുള്ളി നമ്മൾ ചെയ്തിരിക്കുന്നത് ബാലരാമപുരം കൈത്തറി ഹാൻഡ്ലൂം കൊണ്ടാണ് ഒരു ഹോൾ ഫാഷൻ ഷോ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്ലോത്തുകളെല്ലാം ഇന്റർനാഷണലി അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂ പാറ്റേൺസും സിലോട്സും ആണ് വെച്ചിരിക്കുന്നത്.
പക്ഷെ അതിന്റെ കോർ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പ്യുവർലി ബാലരാമപുരം കൈത്തറിന്റെ സാരികളും അതുപോലെ തന്നെ മുണ്ടുകളുടെ വേസ്റ്റും കാര്യങ്ങളും വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലുള്ള പല പല പ്രോജക്റ്റുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊരു 2 പ്രോജക്റ്റിലാണ് ഇപ്പോൾ. ആക്ച്വലി നമുക്ക് ഇപ്പോഴാണ് നമ്മുടെ ഒരു ഹോം ഗ്രൗണ്ട് പോലെ നമുക്ക് ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇപ്പോ ഒരു സ്റ്റെബിലിറ്റി എന്ന് ഞാൻ പറയാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്തൊരു പ്രോജക്റ്റ് വെക്കാനായിട്ടൊരു സ്പേസ് ഇപ്പൊ കിട്ടി തുടങ്ങി. അപ്പൊ അങ്ങനെ നമ്മൾ പെറ്റ് ബാംബു ബ്ലെൻഡ് നമ്മളിപ്പോ പ്രോട്ടോടൈപ്പ് ഇറക്കിയപ്പോ തന്നെ എല്ലാവരും നന്നായിട്ട് അത് ഒരുപാട് റെസ്പോൺസ് വരുന്നുണ്ട്. അതിന്റെ ഭയങ്കര നല്ല റിവ്യൂ ആയിരുന്നു. അതെ 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 അതെ. അപ്പൊ പ്രൊഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ അത് ഉടനെ ഇറക്കുന്നതാണ്. പിന്നെ അതിനേക്കാൾ ഉപരി നമ്മളൊരു കമ്മ്യൂണിറ്റി ഒരുപാട് പേർക്ക് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നെയ്ത്ത് എങ്ങനെ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം ഒരുപാട് ഡിസൈനേഴ്സ് ഉണ്ട്, ഫ്രീ തിങ്കേഴ്സ് ഉണ്ട്. ഇപ്പൊ അനുവിനെ പറയുന്നെങ്കിൽ തന്നെ അനു ആക്ച്വലി എന്റെ കോളേജിലെ സീറ്റിലെ ജൂനിയർ ആണ്. ആർക്കിടെക്ചർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അനു പഠിച്ചത് ആർക്കിടെക്ചർ ആണ്. പക്ഷെ അനു എന്നൊരു പേഴ്സൺ ബ്രാൻഡിൽ വേണം എന്ന് നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ അനുവിന്റെ എനർജി തന്നെയാണ്. എനർജി ഇൻ ദ സെൻസ് നമുക്ക് ചിലരെ കാണുമ്പോൾ അറിയാം. ഞാൻ ബിലീവ് ചെയ്യുന്നത് ടാലന്റിനെക്കാളും കൂടുതൽ ഒരു റൈറ്റ് പീപ്പിൾസ് അല്ലെങ്കിൽ ഒരേ മൈൻഡുള്ള കുറച്ച് ആളുകൾ ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് പ്ലേസിൽ വന്നാൽ അവിടെ എന്തും സംഭവിക്കാമെന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ്സ് വൈ ഞാൻ അനുവിനോട് ചോദിച്ചു, അനു ഞാൻ അതൊന്നും മാറ്റർ അല്ല അനു പക്ഷേ ടീമിൽ വേണം. സോ നമ്മൾ ഒരുപാട് ഇതിന്റെ ഉള്ളിലുള്ള ആളുകളാണെങ്കിലും നമ്മൾ ഈ എനർജിയിൽ വിശ്വസിക്കുന്നു, പോസിറ്റിവിറ്റിയിൽ വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേരണം എന്നാൽ മാത്രം കുറച്ച് നല്ല കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും നെഗറ്റിവിറ്റി സംഭവിക്കാം, എന്തെങ്കിലും നമുക്ക് സ്ട്രഗിൾസ് വരാം, ചിലപ്പോൾ ഒരു ഫോള് വരാം. പക്ഷെ എങ്ങനെ നമ്മളത് ഓവർകം ചെയ്ത് കൊണ്ടുപോകണമെങ്കിലും നമുക്ക് ആ ആൾക്കാർ തന്നെ കൂടെ വേണമല്ലോ. അങ്ങനെ നമ്മൾ ബിലീവ് ചെയ്യുന്നു. കറക്റ്റ് ആണ്. ഇത് എല്ലാവർക്കും ഒരു നല്ല സന്ദേശമാണ്. എന്താ പറയാ, നമ്മൾ എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ ആ സ്റ്റെപ്പ് തന്നെ നമ്മുടെ എന്താ പറയാ, നമുക്കൊരു വിഷൻ, നമുക്ക് എന്താണ് ആയിത്തീരേണ്ടത് എന്നുള്ളതാണ് മേജർ സ്ട്രഗിൾ ആദ്യം തന്നെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പം. എളുപ്പമല്ല, കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. ക്ലിയർ ആവുന്നത്. യെസ്, കൂൾ. ഇപ്പൊ യങ് ബഡ്ഡിങ് ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംരംഭകർക്ക് വേണ്ടി എന്താണ് ഒരു ഉപദേശമായിട്ട് പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാൻ ആദ്യം തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഫെയിലിയേഴ്സ് മാത്രമേ വരുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നല്ല സൂചനകളും വരില്ല. ആരും നിങ്ങളെ പറ്റി നല്ലത് പറയുന്നു. ഓക്കെ, നമുക്ക് നെഗറ്റിവിറ്റീസ് മാത്രമായിരിക്കും ഇനിഷ്യൽ സ്റ്റേജിലാണെങ്കിലും മിഡിൽ സ്റ്റേജിലാണെങ്കിലും ലാസ്റ്റ് സ്റ്റേജിലാണെങ്കിലും വരിക. അതും കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ നിർത്തണോ വേണ്ടയോ എന്നുള്ളൊരു പോയിന്റ് എത്തുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ചിലപ്പോൾ ആ ടൈമിലായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു കച്ചിത്തൊരുപ്പ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുവരെ നമ്മൾ റിട്ടേൺ ചെയ്ത് സ്റ്റെബിലിറ്റി ആയിട്ട് പോവുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ റിസോഴ്സസും കിട്ടി എല്ലാം ബെറ്റർ ആയാൽ മാത്രമേ നമ്മളൊരു സ്റ്റെപ്പ് വെക്കാവുള്ളൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എന്താണോ അല്ലേ വെച്ചു, കയ്യിലുള്ള റിസോഴ്സസ് എന്താണോ അതുകൊണ്ട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും ഒരു ഡോർ നമുക്ക് തുറക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ പ്ലാനിങ് മാത്രമായിട്ടിരുന്നാൽ എന്നും നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്ക് ഇവോൾവ് ചെയ്ത് വരാം. നമുക്ക് ബെസ്റ്റ് നമുക്ക് കാണിക്കണ്ട. ഓക്കെ, നമുക്ക് ആരും ആരുടെയും ബെസ്റ്റ് ആദ്യമേ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ഫെയിൽ ആവാം, നമുക്ക് ആദ്യം ഒരു സ്റ്റെപ്പ് വെക്കാം. അപ്പൊ ക്രിറ്റിസൈസിങ് വരും, നമുക്ക് പ്രശ്നങ്ങൾ വരും. പക്ഷെ നമുക്ക് അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ടൊരു സ്റ്റെപ്പായിരിക്കും നമ്മൾ ആദ്യം വെക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഉള്ള റിസോഴ്സസ് വെച്ച് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത് സ്റ്റെപ്പ് വെക്കാൻ മടിക്കുകയും ചെയ്യരുത്. ഞാൻ എടുത്തുചാട്ടം അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും ഒരുപാട് പ്ലാനിങ് ചെയ്ത് എല്ലാം ബെസ്റ്റ് ടൈം വന്ന ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ തുടക്ക സമയത്ത് ഇന്ത്യയിലും ചിത്തൂരിലും ആകെ ഉണ്ടായിരുന്ന ഒരു 10-20,000 രൂപയാണ്. നമ്മൾ ലോഗോയ്ക്ക് സ്പെൻഡ് ചെയ്ത് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ഇനി ഒരു സ്റ്റോർ ഉണ്ടെങ്കിലേ ബ്രാൻഡ് തുടങ്ങുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും നമ്മൾ അതേ ഫേസിൽ തന്നെ ഇരുന്നേനെ. നമ്മുടെ കയ്യിലുള്ള പൈസ വെച്ച് ഓക്കെ, നമുക്ക് റോഡിലെങ്കിൽ റോഡിൽ ഓക്കെ വി ക്യാൻ ഡു ദിസ്. നമ്മുടെ അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് റോഡിലിട്ടാണെങ്കിലും വിൽക്കാം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റിൽ ക്വാളിറ്റി ചെയ്താൽ മതി, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സത്യം ഉണ്ടായിരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം വെക്കുക, നമ്മൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. കാരണം ആൾക്കാർ ജഡ്ജ് ചെയ്യും, എന്ത് ചെയ്താലും ജഡ്ജ് ചെയ്യും, നല്ലത് ചെയ്താലും ജഡ്ജ് ചെയ്യും, ചീത്ത ചെയ്താലും ജഡ്ജ് ചെയ്യും. സോ വി ഷുഡ് സ്റ്റാർട്ട് അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതാണ്. അടിപൊളി, സൂപ്പർ. ഗോകുലിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു എന്റെ ലൈഫിൽ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഞാൻ ഓൾവേസ് ബീൻ ആൻ ആവറേജ്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നത്തിങ് ഗ്രേറ്റ്. ബട്ട് ഐ ഐഡന്റിഫൈഡ് എനിക്കൊരു പാഷൻ. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാൻ വിഷ്ണുവിനോട് പറയും, ഐ വോണ്ട് ബി ആൻ ആക്ടർ പ്രൈമറിലി. അപ്പോൾ അതിന്റെ കൂടെ ഈ ഞങ്ങൾ ക്രിയേറ്റീവ്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ബ്രാൻഡിലും എനിക്ക് ഭയങ്കരമായിട്ട് ഐ ലൈക്ക് ടു ടോക്ക് ടു പീപ്പിൾ.
ഐ ലൈക്ക് ടു പ്രൊജക്ട് മൈസെൽഫ് ഔട്ട് ദർ. അപ്പൊ അതിന്റെ രീതിയിൽ ഇറ്റ് റിയലി ഹെൽപ്സ്. എനിക്ക് ഈ ബ്രാൻഡിലൂടെ നിൽക്കുമ്പോൾ ഇത് എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തരുന്നു. സോ ഐ എം വെരി കംഫർട്ടബിൾ ഇൻ വർക്കിംഗ് ഹിയർ. അപ്പോൾ ഈ ആക്ടിംഗ് എന്നുള്ള ഒരു ഇത് ഞാൻ തിരിച്ചറിയുമ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരെ ചുറ്റും നിൽക്കുമ്പോഴും ഞാൻ ഇപ്പോ എന്റെ ഒരു ആവറേജ് ഞാൻ സ്വയം കണ്ടേ നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഞാൻ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ഓൾവേസ് ബിക്കോസ് ഐ സറൗണ്ടഡ് മൈസെൽഫ് വിത്ത് പീപ്പിൾ ഹു ആർ ബെറ്റർ ദാൻ. എന്നെക്കാളും ബെറ്റർ ആയി നിൽക്കുന്ന ആൾക്കാരെ ചുറ്റും ഞാൻ നിർത്തുമ്പോൾ ഒരു 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 ഐ എം നോട്ട് ടോക്കിംഗ് ഇൻ എ നെഗറ്റീവ് സെൻസ്, ബട്ട് ഒരു സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി വിച്ച് മേക്സ് യു വാണ്ട് ബി ബെറ്റർ. Every day you want to be like, okay, I need to get improved. Like I have people who are doing so much around me, so I need to catch up. ആ രീതി നിന്നാലേ നമ്മൾ എന്തെങ്കിലും രീതി ഗ്രോ ചെയ്യും. അപ്പോൾ നമ്മൾ ചുറ്റും നമ്മൾ എപ്പോഴും നിർത്തുന്ന ആൾക്കാർ നമ്മൾ എപ്പോഴും ഐ തിങ്ക് ദാറ്റ് വിൽ ഹെൽപ്പ്. നിങ്ങൾ എത്ര ഞാൻ കൂടെ എന്റെ ഇപ്പൊ ഐ ഹാവ് എ സിസ്റ്റർ, ഷീ ഈസ് ഓൾസോ ലൈക് ഗ്രോയിങ് ഇൻ ദാറ്റ് സ്റ്റേജ്. ഒരു ടീനേജ് ഇപ്പോ 17, 18, ഷീ ഓൾസോ ഫീൽസ് ഇൻസെക്യൂരിറ്റി. അവള് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്താണ് അവൾക്ക്, വാട്ട് ഷുഡ് ഐ ബിക്കം, എന്തായി തീരണം. ഞാൻ പറയും ജസ്റ്റ് ബി അറൌണ്ട് പീപ്പിൾ ഹു ആർ ബെറ്റർ ദാൻ യു, ഹു ആർ ഫോക്കസ്ഡ്, ഹു ഹാവ് സംതിങ് ഇൻ ദർ മൈൻഡ്. അവരെ ചുറ്റും നിൽക്കുമ്പോൾ യു വിൽ ഫീൽ വൺ ഡേ ഓക്കെ ഐ നീഡ് ടു ഡു ദിസ് ഓർ ദാറ്റ്. അല്ലെങ്കിൽ ദേ വിൽ ഡ്രാഗ് യു ഓൺ. നല്ല മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ ദേ വിൽ ഡ്രാഗ് യു ഓൺ ടു ആ ജേർണിയിൽ യു വിൽ റിയലൈസ് വാട്ട് യു വാണ്ട് ടു ബിക്കം. ആൻഡ് ലൈഫ് ഇസ് നോട്ട് ഈസി, ബട്ട് അൺടിൽ ദെൻ നിങ്ങൾ ഈ ഹാർഡ്ഷിപ്സിലൂടെ പോകുമ്പോൾ at a point where things get good, you will be grateful. Okay, I went through these experiences. That will make you humble and be happy about what you have. നല്ല മെസ്സേജ് ആണ് രണ്ടുപേരും പറഞ്ഞത്. ഇനി അനുവിന്റെ അടുത്തുനിന്ന് എനിക്ക് അനുവിന്റെ ഐഡിയാസ് എന്താണ്, അല്ലെങ്കിൽ മെസ്സേജ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഐ ഫീൽ ലൈക്ക് നമുക്ക് എന്ത് ഐഡിയ ഉണ്ടെങ്കിലും ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ജസ്റ്റ് റിയലി ഗോ ഫോർ ഇറ്റ്. ലൈക്ക് ഇഫ് യു ഹാവ് സം, എന്താ പറയാ, നമ്മൾ ഈ തീക്ക് കനല് കൂട്ടാന്നൊക്കെ പറയില്ലേ, യു ഹാവ് സം ഫയർ വേർഡ്സ് ആൻഡ് യു ബേണിംഗ് ദ ഫയർ. അതിന്റെ ബേൺ കൂട്ടിക്കൊണ്ടിരിക്കുക. കീപ്പ് ഓൺ ആഡിങ് ഫയർ, കീപ്പ് ഓൺ ആഡിങ് ദ വുഡ് ആസ് മച്ച് as യു ക്യാൻ. എന്താ പറയാ, ഈ ലോകത്തിനെ അങ്ങോട്ട് ബ്രൈറ്റ് ആക്കി ഫുൾ അങ്ങോട്ട് ലൈറ്റ് ചെയ്യാൻ പറ്റുന്ന എനർജി കിട്ടുന്ന അത്രയും ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ബിക്കോസ് വിഷ്ണുചേട്ടൻ പറഞ്ഞ പോലെ നോ വൺ ഇസ് എവർ പെർഫെക്റ്റ് ഓർ നത്തിങ് ഇസ് ഗോയിങ് ടു ബി പെർഫെക്റ്റ് until and unless you step on it. കാറ്റലിസ്റ്റ്, അപ്പോ ഐ വുഡ് റിയലി കാറ്റലിസ്റ്റിന്റെ എഫക്ട് ആക്സലറേറ്റ് ചെയ്യുക. ഓക്കെ, അടിപൊളി അടിപൊളി. എക്സാക്ട്ലി. പിന്നെ ഒരു സംഭവം ഉണ്ട്. നമുക്ക് ഈ ബ്രാൻഡ് നെയ്ത്ത് എന്ന് പറയുമ്പോൾ വിഷ്ണു ജിത്തു രണ്ടുപേര് തുടങ്ങി, അവര് തുടങ്ങി അവരുടെ ബ്രാൻഡ് അങ്ങനെ അറിയപ്പെടുന്നത് എനിക്ക് പേഴ്സണലി, അല്ലെങ്കിൽ ജിത്തുവിനാണെങ്കിലും നമുക്ക് മൊത്തത്തിൽ പേഴ്സണലി അറിയപ്പെടുന്ന അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ഒരു നാടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. കേരള എന്ന് പറയുന്ന ഒരു നാടുണ്ട്, ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അത് ഗ്രൂപ്പ് ഓഫ് കുറെ യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അത് ഇന്റർനാഷണലി വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഒരു കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡായിട്ട് വേണം നെയ്ത്ത് മാറാൻ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇൻഡിവിജ്വൽ എല്ലാം മരിക്കും, ഒരു 80-90 ഇയേഴ്സ് കഴിയുമ്പോൾ മരിക്കും. പക്ഷേ നെയ്ത്ത് എന്ന് പറയുന്ന എൻറ്റിറ്റി അന്നും അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. അതൊരു പ്ലാറ്റ്ഫോം ആയിട്ട് കാണണം. ഓക്കെ, കാരണം ഇത് കേൾക്കുന്ന എത്രത്തോളം പേരാണെന്ന് അറിയില്ല, ബട്ട് നിങ്ങൾക്ക് സംതിങ് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു മെസ്സേജ്. ഓക്കെ, മെസ്സേജസ്. നമുക്ക് ഒരു സ്കില്ലോ അല്ലെങ്കിൽ നമ്മൾക്ക് അല്ല, അത് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഇങ്ങനെ ഡിഗ്രി വേണമെന്നോ എക്സ്പീരിയൻസ് വേണോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യണം. ഓക്കെ, മീൻസ് സംതിങ് എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ. ഏതൊക്കെ പ്രോജക്റ്റ് നമുക്ക് അവരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നമ്മളെ വിൽ ഡു ദാറ്റ്. ഓക്കെ, അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. സോ നമുക്ക് നമ്മുടെ നാടിനെ റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നതിൽ പല കാര്യങ്ങളും പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പുറത്തുള്ള രാജ്യങ്ങള് ഇപ്പോ ഏറ്റവും എക്സാമ്പിൾ എന്താ, മദ്രാസ് ചെക്ക് എന്ന് പറയുന്ന ഒരു ലൈക്ക് ഓഫ് പാറ്റേൺ ഉണ്ട്. അതിപ്പോ പല പല ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെയും ക്ലാസിക് പാറ്റേൺസ് ആയിട്ട് ഇപ്പോ പുറത്ത് കാണുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഉത്ഭവമല്ല ഇന്ത്യ എന്നാണ്. ഓക്കെ, പക്ഷെ എത്രത്തോളം ഇന്ത്യ എന്നാണെന്ന് ചോദിച്ച ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ഇന്റർനാഷണൽ ഫാഷൻ സെഗ്മെന്റിൽ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ് നെയ്ത്ത്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ 1-2 പേരെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ഒരിക്കലും നടക്കില്ല. അപ്പൊ ഇതിന് ഒരുപാട് പേരുടെ ഒരു ഇൻവോൾവ്മെന്റും അവരുടെ ഇതും എല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. സോ ഈ ഡ്രീം മലയാളം എന്ന് പറഞ്ഞ പോഡ്കാസ്റ്റ് ഞാൻ തുടങ്ങാനുള്ള മെയിൻ കാരണം, ഞാനിങ്ങനെ അമേരിക്കയിലായി. പക്ഷെ നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ എപ്പോഴും മനസ്സിൽ നമ്മുടെ സ്വന്തം നാടാണ്. അപ്പൊ നാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ, എന്തെങ്കിലും ചെയ്യണം. പക്ഷെ എനിക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്റെ രീതിയിൽ ഞാൻ വിചാരിക്കുന്ന നോക്കി ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കേരളത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ കേരളത്തിൽ വേരുകളുള്ള ആൾക്കാരുടെ കഥകൾ ലോകം മുഴുവൻ എത്തിക്കുക. അതാണ് എന്റെ ഈ ഡ്രീം മലയാളം എന്നുള്ള ഈ പോഡ്കാസ്റ്റിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ആ ഉത്ഭവം അല്ലെങ്കിൽ ആ ഐഡിയ അങ്ങനെയാണ്. അപ്പൊ കാരണം അങ്ങനെ അതെ വി റിയലി അഡ്മയർ. ലൈക്ക് അവിടെ നിന്നിട്ടും നമ്മുടെ കേരളത്തിന് റെപ്രസെന്റ് ചെയ്ത് ഹീസ് ഡൂയിങ് ലൈക്ക് ആസ് മച്ച് ആസ് റീച്ച് കിട്ടാവുന്ന അത്രയും അല്ലേ. ഈവൻ ഇറ്റ്സ് എ വെരി ബേബി സ്റ്റെപ്പ് ആണെങ്കിലും ഹീസ് റിയലി ഡൂയിങ് ദാറ്റ്. വി റിയലി അപ്രീഷിയേറ്റ് യു സർ. താങ്ക് യു. അപ്പൊ ഇത് ഞാനത് പറഞ്ഞതിന്റെ കാരണം, ഈ ചോദ്യം എല്ലാവർക്കും ഉള്ളതാണ്.
കേരളത്തിനെ കുറിച്ച് എന്താണ് സ്വപ്നം? കേരളം എങ്ങനെ ഒരു കേരളമായിരിക്കണം? എനിക്കെന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്റ്റാറ്റസിനെ പറ്റിയോ ജാതിനെ പറ്റിയോ മതത്തിനെ പറ്റിയോ അല്ലെങ്കിൽ നിറത്തിനെ പറ്റിയോ പറയാതെ നമ്മുടെ ആർട്ടിനെ പറ്റി പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു യൂണിറ്റി ഉള്ള ഒരു കേരളം, അതാണ് കേരളം എന്ന് അതാണ് എനിക്ക് അങ്ങനെ അറിയപ്പെടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. മനസ്സിലായില്ലേ? കാരണം അങ്ങനെയാണ് കേരളം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മൊത്തം ആണെങ്കിൽ തന്നെ അല്ലേ, അങ്ങനെയാണ് നമ്മുടെ ഒത്തൊരുമ തന്നെയാണ് ഏറ്റവും വലിയൊരു അല്ലേ. അത് ഇപ്പൊ ഇന്ത്യയിലാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് ഇന്റർനാഷണലി അല്ലെങ്കിൽ പുറത്തുള്ളവരെ പറയണം, ഇങ്ങനെയാണ് ആ നാട്, ഇങ്ങനെയാണ് ആ നാട്ടിൽ, ഇങ്ങനെയാണ് ആളുകൾ. അവർക്ക് ജാതിയോ മതമോ പണമോ പ്രതാപമോ അല്ല, അവര് മനുഷ്യരാണ്, അവര് മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നും അങ്ങനെ കേരളം അറിയപ്പെടണം എന്നാണ് ആഗ്രഹം. ഇവിടെയല്ല, ഇന്റർനാഷണലി. അതെ, അടിപൊളി. യെസ്, അടുത്ത ആർക്കാ പോകേണ്ടത്? ഐ എം യങ്, അപ്പൊ എനിക്ക് ഐ വിൽ ബി ഓൾഡ് സം ടൈം. പക്ഷെ ഇനി ഈ യങ് ഏജിലുള്ള കുറെ ആൾക്കാർക്ക് ദേ വാണ്ട് ടു ഡു എ ലോട്ട് ഓഫ് ഗ്രേറ്റ് തിങ്സ് വിത്തിൻ ദെയർ കൺട്രി. ആൻഡ് എനിക്ക് തോന്നുന്നു, ഞാനിപ്പോ ഐ ഹാവ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് ഹു ഹാവ് ട്രാവൽഡ് അക്രോസ് ദ വേൾഡ്. അവരവിടെ ചെല്ലുന്നത് ഐ ഡോണ്ട് നോ ഇഫ് ദേ ഹാവ് എ ക്ലിയർ ഐഡിയ വൈ ദേ വെന്റ്. പക്ഷെ ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്പേസ് ടു ഡു വാട്ട് ദേ വാണ്ട് ഇല്ലാത്തത് കൊണ്ടെന്നാണ് ഒരു റീസൺ. എക്സാക്ട്ലി. അതുകൊണ്ട് ഐ ഫീൽ അഗൈൻ, ഇഫ് യു ആർ അറൌണ്ട് ഗുഡ് പീപ്പിൾ ഹു ഹാവ് ദ സെയിം ഐഡിയാസ്, നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ ബ്രിങ് യുവർ സെൽഫ് ഔട്ട്. ആ വെളിനാട്ടിലുള്ള ആൾക്കാർ നിങ്ങളെ കുറിച്ച് അറിയുന്ന രീതിയിൽ യു ക്യാൻ ബിൽഡ് യുവർ സെൽഫ്. അപ്പോ അതിനുള്ള സിറ്റുവേഷൻസ്, അതിനുള്ള ഒരു ഗ്രൗണ്ട് വർക്ക് the government, everything they are doing initiatives, but കുറച്ചുകൂടെ രീതിയിൽ things where they will motivate the young children, the younger children. ഇപ്പോ ഇനി ഒരു കോളേജ് പഠിക്കാനൊക്കെ പോകുന്ന ആ ഒരു പ്രായത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ നൽകാനുള്ള സിറ്റുവേഷൻസ് നൽകി കഴിഞ്ഞാൽ ഐ തിങ്ക് വിൽ ബി ബെറ്റർ. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആവട്ടെ, അതിനുള്ള ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ളവർക്ക് അതിനുള്ള ഒരു സ്പേസ്, അതിനുള്ള ഒരു വാലിഡേഷൻ നൽകുന്ന ഒരു സൊസൈറ്റി ആയിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ we have the sky is the limit or even more. കാരണം we can create great things. അതിനുള്ള എല്ലാ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. സൂപ്പർ. അനു? ഞാൻ ഇവരില് എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചും വിഷ്ണുവിനേട്ടിനും കുറച്ചുകൂടെ യങ്ങർ ആണ്. സോ ഐ എം ജസ്റ്റ് ഇൻ ടു ദ ഫീൽഡ് വരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ ദെൻ ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ഓൾസോ മെനി ഫ്രണ്ട്സ് ഹു ഗോൺ അബ്രോഡ്. എന്താ പറയാ, അവിടെ കിടന്ന് കുറെ ഇങ്ങനെ കഷ്ടപ്പെടുന്നു. പക്ഷെ ഐ ഓൾവേസ് ഫീൽ ലൈക്ക് നത്തിങ് ഈസ് ഇമ്പോസിബിൾ എനിവെയർ ആസ് ലോങ് ആസ് യു ഹാവ് എ വെരി ഗുഡ് ബഞ്ച് ഓഫ് പീപ്പിൾ അറൌണ്ട് യു, ആസ് ലോങ് ആസ് യു ഹാവ് എ ഫയർ ഓർ സ്പാർക്ക് ഇൻ യു. കേരള എന്ന് പറയുന്ന ഒരു ടാഗ് ഇസ് നോട്ട് ഗോണ ലെറ്റ് യു ഡൗൺ എനിവെയർ ഇഫ് യു ഹാവ് ദ പാഷൻ. ലൈക്ക് ഞങ്ങൾ ഈവൻ ആ സ്റ്റാർട്ടപ്പ് മിഷനിൽ ആ ഒരു ഫെസ്റ്റിന് പോയപ്പോഴാണെങ്കിലും വി വർ ലൈക്ക്, ഞങ്ങളിങ്ങനെ എന്താ പറയാ, വി വർ ലൈക്ക് ഇൻ ഓ സിറ്റുവേഷൻ. ലൈക്ക് there is in tech field ആണെങ്കിലും sustainable ഫീൽഡിലാണെങ്കിലും right now kids like starting from 12 or 14 are right now into industry. They know what market is and all is about. So actually കേരളത്തിൽ everything is possible. So just എന്താ പറയാ, yeah, അങ്ങനെ. അടിപൊളി. വളരെ വളരെ നന്ദി ഇത്രയും നേരം ഡ്രീം മലയാളം പോഡ്കാസ്റ്റിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സമയം ചെലവഴിച്ചതിന്. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് us. I mean, this is ഞങ്ങളുടെ നോ പ്രോബ്ലം. നമ്മൾ ഒരാളെ മിസ് ചെയ്തു, ജിത്തുവിനെ മിസ് ചെയ്തു. ജിത്തുവിനെ ഞാൻ പ്രത്യേക അന്വേഷണങ്ങൾ അറിയിക്കുക. തീർച്ചയായും ജിത്തു അന്വേഷണം തിരിച്ചു പറഞ്ഞിട്ടുണ്ട്. നെയ്ത്തിന്റെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ, കേരളത്തിന് വേണ്ടിയുള്ള സ്വപ്നങ്ങൾ എല്ലാം പൂവണിയട്ടെ, എല്ലാം നല്ലതായിട്ട് വരട്ടെ. പ്രേയേഴ്സ് ആൻഡ് വെൽ വിഷസ് ഫോർ യു. താങ്ക് യു. Thank you so much. For you as well, Jimmy Chatta. For you as well and your podcast. Thank you. പാരമ്പര്യത്തെയും നൂതന ആശയങ്ങളെയും സമന്വയിപ്പിച്ച് തുണികളിലൂടെ സമൂഹത്തോട് സംസാരിക്കാൻ കലാകാരന്മാർക്ക് ഒരു വേദി ഒരുക്കുന്ന നെയ്ത്തിനും നെയ്ത്തിന്റെ എല്ലാ ടീമംഗങ്ങൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഒരു കൂട്ടം നല്ല മനസ്സുള്ള യുവാക്കൾ ഒരേ താളത്തിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നെയ്ത്തിന്റെ കഥ. ഈ ജീവിതകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഒരു നല്ല നാളേക്കായി സ്വപ്നം കാണാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. നന്ദി.